ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിൻ്റെ 75-ാം വാർഷികവും 76-ാമത് റിപ്പബ്ലിക് ദിനവും ആഘോഷിച്ചു. 76-ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയമാണ് സുവർണ ഭാരതം, പൈതൃകവും വികസനവും. 76-ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥിയായിരുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്റോ. ഇന്ത്യയുടെ പ്രഥമ റിപ്പബ്ലിക്കിൻ്റെ മുഖ്യ അതിഥി അഹമ്മദ് സുകർണോ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ്. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെ വെച്ചാണ്? കർത്തവ്യ പഥിൽ വെച്ചാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയാകുന്ന 4ാമത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് പ്രബോവോ സുബിയാന്റോ. റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? 76-ാമത് റിപ്പബ്ലിക് ദിന പ്രമേയമാണ് സുവർണ ഭാരതം, പൈതൃകവും വികസനവും എന്നത്. മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്റോ ആണ്. 4ാമത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ്. റിപ്പബ്ലിക് ദിന മുഖ്യ അതിഥിയാകുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ആദ്യമായിട്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായിരുന്ന ആരാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റായ അഹമ്മദ് സുകർണോ ആണ്. ഈ പരേഡ് നടക്കുന്നത് എവിടെ വെച്ചാണ്? കർത്തവ്യ പഥിൽ വെച്ചാണ് നടക്കുന്നത്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. കേന്ദ്ര ജീവനക്കാർക്കുള്ള പുതിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം. ഏകീകൃത പെൻഷൻ പദ്ധതിയാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം അല്ലെങ്കിൽ UPS. എന്താണിത്? കേന്ദ്ര ജീവനക്കാർക്കുള്ള പുതിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് UPS എന്നാൽ. കേരളത്തിൽ നിന്നും പത്മ അവാർഡ് ലഭിച്ചത് 6 പേർക്കാണ്. കേരളത്തിൽ നിന്നും പത്മ അവാർഡ് ലഭിച്ചത് എത്ര പേർക്കാണ്? 6 പേർക്കാണ് കേരളത്തിൽ നിന്നും പത്മ അവാർഡ് ലഭിച്ചത്. ആർക്കൊക്കെയാണെന്ന് നോക്കാം. പത്മവിഭൂഷൺ മരണാനന്തരമായിട്ട് MT വാസുദേവൻ നായർക്കാണ് ലഭിച്ചത്. പത്മവിഭൂഷൺ ലഭിച്ചത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ അന്തരിച്ചതെന്നാണ്? 2024 ഡിസംബർ 25-നാണ് MT വാസുദേവൻ നായർ അന്തരിച്ചത്. ഇദ്ദേഹത്തിനാണ് മരണാനന്തരം പത്മവിഭൂഷൺ ലഭിച്ചത്. പത്മഭൂഷൺ ആർക്കൊക്കെയാണ്? ഹോക്കി പ്ലെയറായ ശ്രീജേഷിനും ഡോക്ടറായ ജോസ് ചാക്കോ പെരിയപുരം. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ജോസ് ചാക്കോ പെരിയപുരം. ഇദ്ദേഹത്തിനും ശ്രീജേഷിനും ഹോക്കി പ്ലെയറായ ശ്രീജേഷിനുമാണ് പത്മഭൂഷൺ ലഭിച്ചത്. പത്മവിഭൂഷൺ MT വാസുദേവൻ നായർ, പത്മഭൂഷൺ ശ്രീജേഷ്, ജോസ് ചാക്കോ പെരിയപുരം. അടുത്തത് പത്മശ്രീ. പത്മശ്രീ ലഭിച്ചത് ഓമനക്കുട്ടി ടീച്ചർ. കർണാടക സംഗീതജ്ഞയായ ഓമനക്കുട്ടി ടീച്ചർക്കും മൃദംഗ വിദ്വാനായ ഗുരുവായൂർ ദൊരെ, ഫുട്ബോൾ പ്ലെയറായ IM വിജയൻ എന്നിവർക്കുമാണ് പത്മശ്രീ ലഭിച്ചത്. പത്മശ്രീ ലഭിച്ചത് ഓമനക്കുട്ടി ടീച്ചർ, ഗുരുവായൂർ ദൊരെ, IM വിജയൻ. പത്മഭൂഷൺ PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. പത്മവിഭൂഷൺ MT വാസുദേവൻ നായർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസ് ചാമ്പ്യനാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ പരാജയപ്പെടുത്തിയത് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസ് ചാമ്പ്യനായത് യാനിക് സിന്നർ ജർമ്മനിയെ പരാജയപ്പെടുത്തി. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെയാണ് യാനിക് സിന്നർ പരാജയപ്പെടുത്തിയത്. ഗില്ലൻ ബാരി സിൻഡ്രോം GBS രോഗം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന രോഗം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവമായ രോഗമാണ് ഗില്ലൻ ബാരി. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അപൂർവ രോഗമാണേത്? ഗില്ലൻ ബാരി. കഴുത്ത്, മുഖം, കണ്ണുകൾ തുടങ്ങിയവയും ഈ രോഗം ബാധിക്കാം. കഴുത്ത്, മുഖം, കണ്ണുകൾ എന്നിവയും ഈ രോഗം ബാധിക്കാം. നാഡിയുടെ പ്രവർത്തനത്തെയും രോഗപ്രതിരോധ ശേഷിയും ബാധിക്കുന്ന രോഗം പക്ഷാഘാതത്തിനു കാരണമായേക്കാം. വയറുവേദന, അതിസാരം, കൈകാലുകൾക്കും ബലക്ഷയം എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അപ്പോൾ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന രോഗം ബാധിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത സ്ഥലം എവിടെയാണ്? പൂനെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലമായ ചെനാബ് പാലത്തിലൂടെ ട്രയൽ റൺ നടത്തി വന്ദേ ഭാരത് എക്സ്പ്രസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലമാണ് ചെനാബ് പാലം. ഇതിലൂടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രയൽ റൺ നടത്തി. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ OP ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പാണ് ഇ-ഹെൽത്ത് കേരള. എന്താണ് ഇ-ഹെൽത്ത് കേരള? സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ OP ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പാണ് ഇ-ഹെൽത്ത് കേരള. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദി ക്യാപ്.
ഗ്രീൻ ദ ഗ്യാപ്പ് എന്നാണ് ഒരു പദ്ധതിയാണ്. എന്തിനുള്ള പദ്ധതിയാണ്? പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരവുമാണ് പാലക്കാട് ചുരം. കേരളത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്ന പദ്ധതിയാണ് ഇത്. കേരളത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ് എന്നത്. നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഒരു നേരത്തെ ആഹാരം സൗജന്യമായി നൽകുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പദ്ധതിയാണ് മന്ന. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു പദ്ധതിയാണ് മന്ന. എന്താണ് മന്ന? നഗരത്തിൽ എത്തുന്ന ഏതൊരാൾക്കും ഒരു നേരത്തെ ആഹാരം സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് മന്ന. തൃശ്ശൂർ കോർപ്പറേഷനാണ് നടപ്പിലാക്കിയത്. പദ്ധതിയുടെ പേരാണ് മന്ന.